പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കൾ, എങ്ങനെയാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ തുടങ്ങേണ്ടത് എന്നൊരു ചെറിയ ശങ്ക എനിക്കുണ്ട്. ഒന്ന്, ആയുർവേദം, 2 ലളിത സഹസ്രനാമം. ആയുർവേദത്തിന് 2 പ്രകൃഷ്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് ദൈവവ്യവാശ്രയം എന്ന് വളരെ പ്രസിദ്ധമായ ചികിത്സാ സമ്പ്രദായം. അത് ആയുർവേദത്തിന്റെ മന്ത്രശരീരത്തെ ആസ്പദമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ്. മന്ത്ര ശരീരം, മനോമയ ശരീരം, ദ്രവ്യശരീരം എന്ന് 3 എണ്ണമാണ് ഭാരതീയ വൈജ്ഞാനികർ പഠനങ്ങളിൽ അംഗീകരിച്ചു കൊടുത്തു. ഇന്ന് പ്രായേണ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക പഠനങ്ങളുടെയും വെളിച്ചത്തിൽ ദ്രവ്യശരീരത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പലായനമാണ് നടക്കുന്നത്. ദ്രവ്യശരീര അധിഷ്ഠിതമായ ഭാവങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ടാവുക. മറ്റതൊക്കെ പറയാം എന്നല്ലാതെ ആത്മാർത്ഥമായി അവയെ പഠിക്കുകയോ അവയെ അംഗീകരിക്കുകയോ കാരണമായിരിക്കുന്ന അവയെ ആസ്പദമാക്കി ചിന്തിക്കുകയോ ചെയ്യുന്ന ഒരു തലമുറ ഭാരതത്തിലുണ്ടെന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്യപൂർവമായി ഗുരുകുലങ്ങളിൽ മാത്രം പഠിക്കുകയും ആധുനിക വിദ്യാസങ്കേതങ്ങൾ സമീപിച്ചിട്ടുണ്ട് അവയെ എങ്കിൽ അത് ഭാരതീയ ചിന്തയ്ക്ക് വിപരീതമാണ് എന്ന് ധരിച്ചുകൊണ്ട് സമീപിക്കുകയും പാരമ്പര്യത്തോട് അല്പം പോലും വിടുതൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന അത്യന്തം ന്യൂനപക്ഷമായ ഒരു സമൂഹത്തിന് മാത്രമേ അത് മനസ്സിലാവുകയും ഉൾക്കൊള്ളുകയും അനുവർത്തിക്കുകയും ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്ന ഒരു അന്ധവിശ്വാസി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴേക്ക് പൊറുക്കണം. നിങ്ങളുടെ കാലഘട്ടത്തിനും നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ പഠനങ്ങൾക്കും അല്പം പോലും യോജിക്കാത്ത, ഇതിനു മുമ്പും ശക്തയത്തിൽ ഞാൻ വന്നിട്ടുണ്ട്, അന്ന് പറഞ്ഞ കാര്യങ്ങളിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലരെങ്കിലുമൊക്കെ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്നും മറ്റൊരു അഭിപ്രായ വ്യത്യാസത്തിന് വിത്തിടാൻ തന്നെയാണ് അതിൻ്റെ ആചാര്യൻ എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന ധാരണയോടുകൂടി തന്നെ തുടങ്ങുമ്പോൾ എനിക്കും നിങ്ങൾക്കും ആനന്ദമുണ്ടാവും. ആനന്ദമാണ് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും നിങ്ങളുടെ സങ്കല്പങ്ങളിലും പഠനങ്ങളിലും തെറ്റായിരിക്കും. അത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വേണ്ടി നമുക്ക് യോജിക്കാം. ഈ കാലഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത് അത് മാത്രമാണ്. ഭാരതീയ വൈജ്ഞാനിക ശാഖയെ പഠിക്കാനൊരുങ്ങുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 അംശങ്ങളാണ്. ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന മന്ത്രമൂർത്തി, മനോമൂർത്തി, ദ്രവ്യമൂർത്തി. ദ്രവ്യമൂർത്തിയുടെ ഉപാസനാകാലമാണ് കലികാലം.
ദ്രവ്യമൂർത്തിക്ക് അപ്പുറത്ത് ചിന്തിക്കുവാനോ പഠിക്കുവാനോ ഉൾക്കൊള്ളുവാനോ അനുഭവിക്കുവാനോ ഈ കാലഘട്ടത്തിൽ മനസ്സുകൊണ്ട് ജീവിക്കുന്നവർക്ക് സാധ്യമല്ല. മനസ്സിനെ കരിവൈഭവങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാനും ആചാര്യോപാസനം ശക്തമായി ഉണ്ടായിരിക്കുവാനും സന്ധ്യാവന്ദനാദികൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുടക്കാതിരിക്കുവാനും കഴിയുന്നവന് മാത്രം അതിലോലമായി ഹിന്ദുവിലൂടെ കടന്നു പോകാൻ കഴിയും. അല്ലാത്തവൻ ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ലാത്ത ഒരു ലോകമാണ്. മന്ത്രമൂർത്തിയുടെയും മനോമയീ മൂർത്തിയുടെയും ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തർക്കവിതർക്കങ്ങളുടെ ഒരു ലോകമാണ്. അതൊക്കെ അവനവൻ്റെ അന്തർദീപ്തിക്കുമേൽ പതിച്ചിട്ടുള്ള ആവരണങ്ങളുടെയും വിക്ഷേപങ്ങളുടെയും ആകത്തുകയും പ്രകടനവുമാണ്. നിങ്ങൾക്ക് എത്ര കണ്ട് അജ്ഞാനമുണ്ടോ, എത്ര കണ്ട് ആവരണമുണ്ടോ, എത്ര കണ്ട് വിക്ഷേപമുണ്ടോ, തമസിൻ്റെ രണ്ട് ശക്തികളാണ് ആവരണവും വിക്ഷേപവും. അതിൻ്റെ ആഴം എത്രയുണ്ടോ അത്ര കണ്ട് നിങ്ങൾക്ക് ഈ രംഗത്ത് തർക്കിക്കുവാൻ കഴിഞ്ഞേക്കും. മറിച്ചത് മനസ്സിലാകണമെങ്കിൽ ആവരണ വിക്ഷേപങ്ങൾക്കപ്പുറം കടന്നവർക്ക് മാത്രമേ മന്ത്രമൂർത്തിയുടെയും മനോമയ മൂർത്തിയുടെയും രംഗവേദികളിലെത്താൻ പറ്റൂ. ദ്രവ്യമൂർത്തിയെ ഞാനിവിടെ വിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ശാക്തഭാവനയുടെ വൈദിക സംസ്കൃതി എടുത്തു കഴിഞ്ഞാൽ, വേദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, മന്ത്രമൂർത്തിയെയും മനോമയീ മൂർത്തിയെയും താതാത്മ്യപ്പെടുത്തുക, അവയിൽ ഐക്യമുണ്ടാക്കുക എന്നുള്ളതാണ് ശാക്തഭാവനയുടെ ഐതിഹാസികത. അതിനുപോൽബലകമായ രീതിയിലാണോ ആധുനിക ആചാരങ്ങൾ വിചാരങ്ങൾ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിന് മെനക്കെട്ട് ഞാൻ ഏതായാലും സമയം കളയുന്നില്ല. മാത്രവുമല്ല, എനിക്ക് തന്ന വിഷയത്തിലേക്ക് വളരെ വേഗം കടന്നു പോകേണ്ടതുകൊണ്ട് ഈഷത് സൂചിപ്പിച്ച് ഞാൻ കടന്നു പോവുക മാത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ വിശദീകരണങ്ങൾ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പിന്നീട് വിളിക്കാം. അതാണ് കൂടുതൽ കരണീയമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് വൈദിക സാഹിത്യത്തിൽ ആകമാനം ഇത് രണ്ടും സംയോജിപ്പിക്കുവാനുള്ള ഭാവന പ്രകടമായി കാണാം. സക്രിയ ദേവവാദത്തിൽ ക്രിയയും ഭാവനയും അതുകൊണ്ട് സമ്മേളിക്കുന്നുണ്ട്. ക്രിയകളെ എതിർക്കുന്നവരും ക്രിയാസാമർഥ്യത്തിൽ നിന്ന് തന്നെയാണ് ഭാവോന്മീലനം സാധിച്ചെടുക്കുന്നത്. ഭാവമാകട്ടെ ധാരകവും പോഷകവും ആണ്. ക്രിയകളിൽ ചേതന ബഹിരാവൃത്തവും ഭാവനകളിൽ അത് അന്തരാവൃത്തവുമാണ്. ധീ, ധൃതി, സ്മൃതി ഇവയെല്ലാം സജീവമായി ചേരുകയും അന്തഃകരണം പരിശുദ്ധമായിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വൈദിക ഭാവന ധ്യാനാത്മകമായി മന്ത്രമൂർത്തിയിലേക്ക് മനോമയീ മൂർത്തി വഴി കടന്നു ചെല്ലുക. ഇത് ക്ലിഷ്ടമാണ്. ലൗകിക വ്യവഹാരങ്ങളിലും ദ്രവ്യസഞ്ചയങ്ങളിലും പെട്ടു പോകുമ്പോൾ ധീ, ധൃതി, സ്മൃതി വിഭ്രംശമാവുക സ്വാഭാവികമാണ്. ധീ, ധൃതി, സ്മൃതി ഇത് മൂന്നും വിഭ്രംശമായാൽ ത്രിഖണ്ഡസ്ഥിതങ്ങളായിരിക്കുന്ന സോമസൂര്യാനലങ്ങൾ തപിക്കുകയും സൂര്യ സോമ അനല താപം കൊണ്ട് ദോഷങ്ങൾ ദൂഷിതങ്ങളായി തീരുകയും രോഗങ്ങൾ ആവിർഭവിക്കുകയും ചെയ്യുമെന്ന് ഭാരതീയ ശരീരശാസ്ത്രം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ലളിതമാക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ ഇത്രയും കാലം ശാക്തേയ ഭാവനയിലൂടെ പോയവരാണ് എന്ന ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ലാത്തവരിടയ്ക്കിരിപ്പുണ്ടാകാം ചിലപ്പോൾ. എങ്കിലും പ്രധാനമായി ലക്ഷീകരിക്കുന്നത് അവരെ ആയിരിക്കുമല്ലോ എന്ന് വെച്ചാണ് ഞാൻ ബ്ലഫ് ചെയ്യേണ്ടെന്നും
ഒക്കെ വിചാരിച്ച് വിഷയത്തിലൂടെ മാത്രം പോകാൻ ഇഷ്ടപ്പെടുന്നത്. ചന്ദ്രൻ, സൂര്യൻ, അനലൻ, ചന്ദ്രഖണ്ഡം, സൂര്യഖണ്ഡം, അഗ്നിഖണ്ഡം എന്ന് 3 ഖണ്ഡങ്ങളാണ് ഈ ശരീരം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അനാട്ടമി അല്ല ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ അനാട്ടമി. അതല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഫിസിയോളജി അല്ല ആയുർവേദത്തിൻ്റെ ഫിസിയോളജി. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും പഠിച്ചിട്ട് ആയുർവേദം ചികിത്സിച്ച് ഫലം ഉണ്ടാവില്ല. അതിൻ്റെ ദൃശ്യാവിഷ്കാര തലങ്ങളിലല്ല ഔഷധങ്ങൾ കടന്നു പോകുന്നത്. ഗുണവും വീര്യവും വിഭാഗവും പ്രഭാവവും ഒന്നും സ്ഥൂലമല്ല. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇറങ്ങിപ്പോകുമ്പോൾ വട്ടുപിടിച്ച് ഇറങ്ങിപ്പോകരുത്. നിങ്ങൾ തന്ന വിഷയമാണ്. ലാസ്റ്റ് ഇത് വേണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാനിടയാവരുത്. ഇപ്പം എപ്പോൾ പറഞ്ഞാലും ഞാൻ നിർത്തിത്തരാം. അതുകൊണ്ട് ഭാരതീയ വൈജ്ഞാനിക ശാഖ പോകുന്നത് ധീ, അത് നിങ്ങൾക്ക് കാണാവുന്ന സാധനമല്ല, നിങ്ങളുടെ ബുദ്ധി. ഒരു വിഷയത്തിൻ്റെ ദർശനത്തിൽ, ഒരു വിഷയത്തിൻ്റെ ഉപഭോഗത്തിൽ, ഒരു ചേർച്ചയിൽ, ഒരു വിവാഹത്തിൽ, വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വീട്ടിലുള്ള അംഗങ്ങളെ പെൺകുട്ടി കാണുമ്പോൾ, ആ പെൺകുട്ടി വീട്ടിലേക്ക് വലത്തുകാലെടുത്ത് വയ്ക്കുമ്പോൾ ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് ഒക്കെ ധീയിൽ വരുന്ന മാറ്റം നോക്കിയല്ല ഇന്ന് നിങ്ങളുടെ വിവാഹവും കുടുംബജീവിതമൊന്നും. Am I right? അതൊക്കെ അറിയാത്ത നിങ്ങൾ പാശ്ചാത്യരാണ്. വെറും ശരീരശാസ്ത്ര സംബന്ധമായ ഇണചേരലിന് വിവാഹം കഴിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ അടിയുണ്ടാക്കുകയും അതിൽ അസ്വസ്ഥത വരുമ്പോൾ അതിന് വേറെ കൂട്ടാളികളെ വിളിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിനകത്തു നിന്ന് ശാക്തേയ ഭാവനയുടെ അന്തരിന്ദ്രിയ തലങ്ങളോ ആയുർവേദത്തിൻ്റെ അസാധ്യ മേഖലകളോ നിങ്ങൾക്ക് പുൽകാനാവില്ല. അതുകൊണ്ട് വെറുതെ കേൾക്കാം. ഈ ജന്മത്തിൽ വെറുതെ കേൾക്കുക. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾക്കും അത്ര വേഗമൊന്നും മനസ്സിലാവില്ല. ഇത് വേണ്ടാന്ന് തോന്നും. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പോകും. എൻ്റെ ശബ്ദത്തിൻ്റെ കുഴപ്പമാണ്, ഇതിൻ്റെ കുഴപ്പമല്ല. അവിടെ മാറ്റി വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ശബ്ദം അവിടം വരെ കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Am I right? ഇനിയും പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതൊന്ന് മാറ്റിവെക്കുകയല്ലേ നല്ലത്. എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തന്നെ ഇപ്പം മാറിക്കാണും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങളിരുന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഭാരതീയ വൈജ്ഞാനികന്മാർ സ്വീകരിച്ചത് മന്ത്രഖണ്ഡപ്രകാരം, നിങ്ങൾ ചൊല്ലുനോക്കി കേട്ട് കാണും, ത്രിഖണ്ഡങ്ങളെക്കുറിച്ച്. ശരീരം ശ്രീവിദ്യാരൂപമാണ് പിണ്ഡാണ്ഡം, അതേ ശ്രീവിദ്യാരൂപമാണ് ബ്രഹ്മാണ്ഡം. അതാണ് ഭാരതീയ ശരീരശാസ്ത്രം. അതിനെ ആസ്പദമാക്കിയാണ് ലളിതാ പരമേശ്വരിയുടെ മന്ത്രരൂപവും മനോമയ രൂപവും മൂർത്തിരൂപവും ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഉരുവിടുമ്പോൾ പോലും അതിലെത്രയുണ്ടോ അത്രയുമാണ് ഉരുവിടാവൂ. മന്ത്രത്തിന് നിയമങ്ങളുണ്ട്. മന്ത്രത്തിൽ ഒരു ശബ്ദം ആവർത്തിച്ചാൽ പോലും മന്ത്രത്തിൻ്റെ എണ്ണം മാറും.
അത്ര നിഷ്ഠാപൂർവം പോകേണ്ട ലോകമാണ് മന്ത്രശരീരത്തിൻ്റെ ലോകം. അതൊക്കെ എത്ര കണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ സാമ്പ്രദായിക മര്യാദകൾ ഒട്ടു വളരെയാണ്. അത് കണ്ടെത്തിയ ഋഷി ആനന്ദ ഭൈരവനാണ്. അദ്ദേഹം നേരിട്ട് കണ്ടിട്ട് ആ മന്ത്രമൂർത്തിയെ ശബ്ദശാസ്ത്രത്തിൽ എങ്ങനെ രൂപപ്പെടുത്താം, ഏത് ചേതനയ്ക്കും ശാബ്ദികമായ ഒരു സൂത്രവാക്യമുണ്ട്. ഏതൊരു രൂപം നിങ്ങൾ വരച്ചാലും അതിന് ഗണിതയുക്തിയിൽ, പോസോളജിയിൽ, ജ്യാമിതീയത്തിൽ ഒരു ഇക്വേഷനുണ്ട്. ആ സൂത്രവാക്യമാണ് മന്ത്രം കൊണ്ട് സാധിക്കുന്നത്. അമൃതഗായത്രി ഛന്ദസ്സിൽ കൃത്യമായ പദവിന്യാസത്തിൽ മന്ത്രമൂർത്തിയെ 15 അക്ഷരങ്ങളിൽ ആനന്ദഭൈരവൻ രൂപപ്പെടുത്തുകയും 16ാമത്തെ കല, നിത്യകല ആനന്ദഭൈരവൻ ദർശിക്കുകയും ഗുരുസങ്കല്പങ്ങളുടെ ആചാര്യ പാരമ്പര്യത്തിൽ മാത്രം നിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ യോഗരഹസ്യം. ഇതിനെ ആസ്പദമാക്കി വരുന്ന ശരീരശാസ്ത്രവും ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകാവുന്ന വൈകല്യങ്ങളെ ഉച്ചാടനം ചെയ്യുന്നതിന് ഭൂമിയിലുണ്ടാകുന്ന സകല രോഗങ്ങളെയും ധാത്വർത്ഥ നിർദ്ദേശത്തിൽപ്പെട്ട ധാതുക്കളെ അവലംബമാക്കി ഒരു ചികിത്സാ പദ്ധതി രൂപപ്പെടുത്തുകയും ചെയ്തതിനെ സംക്ഷിപ്ത രൂപത്തിൽ 1000 മന്ത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ലളിതാ പരമേശ്വരിയുടെ ആകാരവർണ്ണനയെയും രോഗവർണ്ണനയെയും ചികിത്സാവർണ്ണനയെയും സ്വസ്ഥവൃത്തിയെയും അത് ഉപലബ്ധമാക്കുന്ന ആനന്ദത്തെയും സർവോപരി മോക്ഷത്തെയും വർണ്ണിച്ചിരിക്കുന്നത്. അതിനുപോൽബലകമായുള്ള ദീപ്തി അഥവാ ആലോകനം, ദേവനിർവചനം തന്നെ എങ്ങനെയാണ്? ദേവോ ദാനാദ്വ ദീപനാദ്വ ദ്യോതനാദ്വ എന്നൊക്കെ നിങ്ങൾക്ക് നിരുക്തം എടുത്തു നോക്കിയാൽ കിട്ടും. ആലോകന ശബ്ദാർത്ഥമായ ആകാശം, ദിവ, ദിവ, ദേവ, ഈ ശബ്ദങ്ങൾ ആലോക ചിന്മയ ഭൂമി എന്ന് പറയപ്പെടുന്നു. ആ ചിന്മയ ഭൂമിയെ കുറിച്ചുള്ള ദേവത അഥവാ ദേവിയുടെ സ്വരൂപം പ്രകാശജ്യോതിയാണ്. ഈ ബോധത്തിൻ്റെ ഫലം പ്രജ്ഞാനവും സംജ്ഞാനവുമാണ്, സംവിത്തുമാണ്. അതാണ് ദേവത സാധകന്റെ ആത്മജ്ഞാനമാണെന്ന് പറയുന്നത്. ഇപ്പോൾ വേദങ്ങൾ ആദ്യകാലം മുതൽ അഗ്നി, സൂര്യൻ, സോമം, ഇങ്ങനെയാണ് വേദമത് ആലേഖനം ചെയ്തു പോകുന്നത്. അതിന് വേദമൊക്കെ ആദ്യം പഠിക്കണം കുട്ടിക്കാലത്ത്. വൈദികയെ പറ്റി പാശ്ചാത്യൻ എഴുതിയത് കേട്ടറിഞ്ഞാലൊന്നും പോരാ. അതിൻ്റെ അനുസരണങ്ങളിലിരുന്ന് കൃത്യമായ വിധികളോടുകൂടി പഠിച്ചെടുക്കണം. ആദ്യഖണ്ഡമാണ് അഗ്നിഖണ്ഡം. അഗ്നിയെ വേദം കാണുന്നത് തന്നെ പാമ്പിൻ്റെ ഭണത്തിന് സമാനം അത് ഉണരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് കുണ്ടലിനി എന്നൊക്കെ
നിങ്ങൾ കേൾക്കാനിടയായത്. ഇത് കേട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അറിയാതെ വിചാരിച്ചിട്ടും വലിയ കാര്യമില്ല. ഭണരൂപേണയിരിക്കുന്ന ആ അഗ്നി സ്വാധിഷ്ഠാനത്തിന് മുകളിലേക്ക് അനാഹതം വരെ പടർന്നു നിൽക്കും. 7 നാവുകളോടുകൂടിയ കാളി, കരാളി, മനോജവ, സ്ഫുലിംഗിനി, വിശ്വരുചി തുടങ്ങിയ നാവുകളോടുകൂടിയ അഗ്നി ഭണാകാരത്തിലാണിരിക്കുക. അത് മൂലഗന്ധത്തെ ദംശിച്ച് മെല്ലെ മുകളിലേക്ക് പോകുമ്പോൾ, സൂര്യഖണ്ഡത്തിന് കൈമാറുമ്പോൾ കിരണങ്ങളുടെ എണ്ണം കൂടുകയും കിരണാവലികൾ അകത്ത സൂര്യന്റെ, അതിന് സമാനമാണ് ബാഹ്യപ്രപഞ്ചം, അതായത് ബ്രഹ്മാണ്ടം. അവിടേക്ക് കൈമാറുകയും അവിടെ നിന്ന് വീണ്ടും അത് സോമഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സോമമൊഴുകുകയും ഒക്കെ ചെയ്യും. ഈ ശരീരശാസ്ത്രമാണ് ലളിതയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അതിനുള്ള കാവ്യഭാവന, അതിനുള്ള പാരമ്പര്യം, അതിനുള്ള ജ്ഞാനസമ്പത്ത്, ഇവ മൂന്നും ഏകാകാരമാകുമ്പോൾ മാത്രം ആസ്വദിക്കാവുന്നതാണ് ശാക്തേയ ഭാവനയുടെ ഈ അത്യുന്നത ദീപ്തി. അഹിർബുദ്ധിയ എന്ന് വേദത്തിൽ പ്രയോഗവുമുണ്ട്. അഗ്നി മൂലാധാരത്തിന് മുകളിൽ ഭണാകാരത്തിലെന്ന് ഹഠയോഗവും പറയും. അവിടെ 2 പൂജാരീതികളുണ്ട്. ഇതിനെ പഠിക്കുന്ന 2 രീതികളുണ്ട്. അതും കൂടെ ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. ഒന്ന് ആന്തര പൂജാരതി, 2 ബാഹ്യ പൂജാരതി. ചക്രങ്ങളെ പൂജിക്കുമ്പോൾ ബാഹ്യ പൂജാരതിയെ അറിവുള്ളവർ, വൃദ്ധന്മാർ, വാർദ്ധക്യ ശബ്ദത്തിന് അറിവ് എന്നർത്ഥം, അല്ലാതെ തലമുടി നരയ്ക്കുന്നതല്ല. കാരണം നരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതായിട്ടുണ്ട്. കാരണം അറിവ് ഇതുവരെ വരാത്തതുകൊണ്ടാണ്. മനസ്സിലായോന്നറിയില്ല. അറിവ് അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ വാർദ്ധക്യം ഇഷ്ടപ്പെടും. പുതിയ തലമുറയെ നോക്കിയാൽ വാർദ്ധക്യം തീരെ ഇഷ്ടമല്ല. അതിന് കാരണം അറിയേണ്ടതറിയാതെ മരിക്കുന്നു എന്നർത്ഥം. അറിയേണ്ടതറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വാർദ്ധക്യമാണ്. വാർദ്ധക്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അത് അറിവാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൈവെക്കുമോ എന്നാണ് എൻ്റെ സംശയം. അപ്പം അതുകൊണ്ട് അറിവ് കൈവന്ന് ശാന്തനായി ദാന്തനായി തീരുന്ന, അറിവ് വരും തോറുമാണ് ശാന്തി ഉണ്ടാവുക. ആ അറിവ് കൈവരുമ്പോൾ അറിവ് വന്നവർ 2 ആചാരങ്ങളെ പറയും. ഒന്ന് ബാഹ്യ പൂജാരതി, അതിന് കൗളം അല്ലെങ്കിൽ കുല ആചാരം എന്ന് പറയും. ലളയോരഭേദ. ആന്തര പൂജാരതി എന്നൊന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുക. മറ്റത് ഞാൻ പറഞ്ഞു തരുന്നത് ശരിയാവില്ല എന്നാണ് എൻ്റെ ധാരണ. അത് ഞങ്ങളുടെ ദൃഷ്ടികോണത്തിൽ അനുഭവപ്രധാനമായ ഒരു ഉത്തമ പദ്ധതി എന്ന നിലയിലല്ല പഠിച്ചിരിക്കുന്നത്. അതിനെ കൈവിട്ട് സമയാചാര വഴിയിലായതുകൊണ്ട് ഈഷദീഷത്ത് രംഗങ്ങളിൽ അവയെ സൂചിപ്പിക്കും. എങ്കിലും 64 കലാവിദ്യകളെയും പശുപതി വഞ്ചിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെന്ന്
സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് ലളിതയെ ഞങ്ങൾ സമീപിച്ചു പോന്നിട്ടുള്ളത്. പാരമ്പര്യത്തിൻ്റെ വഴിയും അതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ ആ ഭാഗം പറയുമ്പോൾ നിങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് ഉചിതവും. പരമാവധി പറയാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം. ബാഹിർബുദ്ധിയ 2 ആചാര വഴികൾ, ആന്തരപൂജാരതി, ബാഹ്യപൂജാരതി. ആന്തരപൂജാരതിയെ സമയാചാരമെന്ന് പറയും. കാരണം പൂജ ദഹരാകാശത്തിലാണ് നടക്കുന്നത്, മറ്റത് ബാഹ്യാകാശത്തിലാണ് നടക്കുന്നത്. മൂർത്തിയെ വെച്ച് അത് ഉത്തമം തന്നെയാണ്, അന്ധകരണം ശുദ്ധമാകുന്നതുവരെ. അതിന് പൂജാ സാമഗ്രികൾ, കാലം, നിഷ്ഠ ഒക്കെ അനിവാര്യമാണ്. നിഷ്ഠ തെറ്റിയാൽ ശുദ്ധമാകാൻ പോയ അന്ധകരണം അശുദ്ധമാകും. ഉദാഹരണം വേണോ? ആ വിളക്ക് കത്തിക്കണം. കത്തിക്കാനുള്ള തീപ്പെട്ടി എടുത്തുകൊണ്ടാണ് പഠിക്കൽ. അത് കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് വെളിയിലൊരാൾ വിളിക്കാൻ വന്നത്. തീപ്പെട്ടിയും കയ്യിലെടുത്ത് പോയി അയാളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ അയാളൊരു സാധനം ചോദിച്ചപ്പോൾ തീപ്പെട്ടി ആ ജനലിൽ വെച്ചു. മനസ്സിലായില്ല. അയാളെ പറഞ്ഞു വിട്ട് തിരിച്ചു വന്ന് കത്തിക്കാൻ നോക്കിയപ്പോൾ തീപ്പെട്ടി കാണുന്നില്ല. വീട്ടിലൊരു മരുമകളുണ്ട്, അവൾക്ക് താൻ ഈ ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവൾ പറയാതെ നേരത്തെ തീരുമാനിച്ചു. മനസ്സിലായില്ല. കാരണം തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ അമ്മ ചെയ്തതൊന്നും അമ്മായിയമ്മ ചെയ്തതൊന്നും തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ബോധം വാസനയിൽ നിന്ന് ഉണർന്നു വന്നു. അവളെ വിളിച്ച് 10 തെറി വിളിച്ചു. ഈ വിളക്ക് കത്തിക്കാൻ നേരത്താ നിന്റെ അഭ്യാസം, തീപ്പെട്ടി എവിടെയാ വെച്ചത്? നിന്റെ തന്തയെ കൊണ്ട് ഞാൻ കൊണ്ടുവരികയും. മനസ്സിലായില്ല. ഇവിടെ അന്ധകരണം തീർന്നു. ഇനി അത് കത്തിക്കണ്ട, കത്തിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഒരു ഉദാഹരണം മതിയെന്ന് തോന്നുന്നു. ഒന്ന് തന്നെ കൂടുതലാണെന്ന് തോന്നുന്നു. Am I right? ബാഹ്യപൂജാരതിയിൽ ഒരുപാട് സാധന സാമഗ്രികൾ വേണം. അത് ഓരോന്നിൻ്റെയും കളക്ഷനിൽ, അതിൻ്റെ സഹായികളിൽ ഒക്കെ മനസ്സ് വ്യാപിക്കുമ്പോൾ അന്ധകരണം അശുദ്ധമാവും. ആളുകളെയെല്ലാം ചേർത്തും ദ്രവ്യങ്ങളെ ചേർത്തും ചെയ്യുന്ന എല്ലാ പൂജാവിധാനങ്ങളിലും അന്ധകരണത്തിൻ്റെ അശുദ്ധിക്കുള്ള സാധ്യത കൂടുകയാൽ രോഗങ്ങൾ വളരെ വർദ്ധിക്കും. അപ്പോൾ ജനം ചോദിക്കും, ഇത്രയെല്ലാം ഭക്തനായിരുന്നിട്ട് ഇത്രയൊക്കെ ഈശ്വരീയമായി പോയിട്ട് ഈ രോഗങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈശ്വരനെ നിന്ദിക്കുവാൻ അടുത്ത തലമുറയ്ക്ക് വഴി കൂടി നാം ഉണ്ടാക്കി കൊടുക്കും. Am I right? ശരിയാണോ? അതുകൊണ്ട് ബാഹ്യപൂജാരതിയിലെല്ലാം ഈ ബുദ്ധിമുട്ടുകൾ വഴിയിലിരിപ്പുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ അറിയുക പിണ്ടാണ്ടത്തെ. അതിന് സമാനമാണ് ബ്രഹ്മാണ്ടമെന്ന് അറിയുക. എന്നിട്ട് പിണ്ടാണ്ട സമുൽപ്പന്നമായ ദേവതയെ ആശ്രയിക്കുക. ദഹരാകാശത്തിൽ ഈ പൂജയെയാണ് ചക്രപൂജ എന്ന് പറയുന്നത്. ഇതിന് സമയപൂജ എന്നും പറയും. അതിൻ്റെ ശരീരശാസ്ത്രം ശ്രീചക്രത്തിൻ്റെ സംഹാരക്രമത്തിലും സൃഷ്ടിക്രമത്തിലും 2ഉണ്ട്. സുഭഗോദയവും സൗന്ദര്യലഹരിയും ഉപോത്ബലകമായി നിങ്ങൾക്ക് നോക്കാം. ഞാനത് വിശദീകരിക്കുന്നില്ല. സിനഫ്. അതോ അത് പറയണോ? പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുവോ? കാരണം നിങ്ങൾക്ക് ബോറടിച്ചു. ശ്രീചക്രത്തിൻ്റെ 9 ത്രികോണങ്ങളിൽ അതാണ് ശരീരശാസ്ത്രം ഭാരതീയമായിട്ടുള്ളത്. ശിവാത്മകങ്ങളായ
4 ത്രികോണങ്ങൾക്ക് മുകളിൽ ശക്തിയാത്മകങ്ങളായ 5 ത്രികോണങ്ങൾ. താഴെയുള്ള പ്രദേശം ബൈന്ദവ സ്ഥാനം എന്നറിയപ്പെടും. അവിടെയാണ് കേന്ദ്രീകരിക്കേണ്ടത്. ഇത് ഭംഗിയായി ലളിതാ പരമേശ്വരിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ഇതിൻ്റെ കൃത്യമായ വർണ്ണനയുണ്ട്. ആചാര്യന്മാരിൽ നിന്ന് ഉപദേശം നേടി കൃത്യമായി പഠിക്കാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് തന്നെ, ആ ബൈന്ദവ സ്ഥാനത്തിന് പേര് തന്നെ സുധാസിന്ധു എന്നാണ്. ഈ പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് 43 മുക്കോണുകളോടുകൂടിയ ആ ശ്രീചക്രമാണ് ഉള്ളിലിരിക്കുന്ന ദേവിയുടെ മന്ദിരം. ഉത്തമമായ ദേവീ മന്ദിരം അതാണ്. അവിടെ എത്താൻ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി തൻ്റെ ഭണാഗ്രം കൊണ്ട് താമരക്കിഴങ്ങിനെ എന്ന പോലെ മൂലഗന്ധത്തെ ദംശിച്ചിട്ട് മുഖം കൊണ്ട് പുച്ഛത്തെ സംഗ്രഹിച്ച് ബ്രഹ്മരന്ധ്രത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ് അതിൻ്റെ ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും നിലകൊള്ളുന്നത്. സാധകൻ അതുകൊണ്ട് പത്മാസനസ്ഥിതനായിട്ട് ഗുദദ്വാരത്തെ അടച്ച് വായുവിനെ ഊർധ്വമുഖമാക്കി ചെയ്തിട്ടുള്ള കുംഭകത്തിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയും വായുവിൻ്റെ ആഘാതം നിമിത്തം അടിയിൽ നിന്ന് വായു സമ്മർദ്ദമുണ്ടാക്കുകയാൽ സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി ജ്വലിച്ചു തുടങ്ങുകയും, അതിനായി ചക്രം അറിയേണ്ടത്, അഗ്നി മെല്ലെ ജ്വലിക്കുകയും ആ ജ്വലിച്ച അഗ്നി വായുവിൻ്റെയും അഗ്നിയുടെയും ആഘാതം കൊണ്ട് സർപ്പരൂപിണിയായ കുണ്ടലിനി ശക്തി നിദ്രയിൽ നിന്നപ്പോൾ ഉണരും. ഈ അഗ്നിയുടെ ആഘാതവും വായു കലർന്ന അഗ്നിയുടെ സിൽക്കാരവും ഏൽക്കുമ്പോൾ കുണ്ടലിനി മെല്ലെ ഉണരും. അതാണ് പഴയ ആളുകൾ പഠിച്ചിട്ടുള്ള സങ്കല്പം. അതിൻ്റെ വർണ്ണനയാണ് ശരീരശാസ്ത്രപരമായി കൃത്യമായി ആദ്യ ഭാഗത്ത് സ്ഥൂലമായും തുടർന്ന് സൂക്ഷ്മമായും ലളിതാ പരമേശ്വരിയിൽ വർണ്ണിക്കുന്നത്. അവിടെ നിന്ന് അത് രുദ്രഗ്രന്ഥിയെ ഭേദിക്കുകയും തുടർന്ന് വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുകയും തുടർന്ന് ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുകയും ചെയ്യും. നിങ്ങൾ ചൊല്ലിക്കാണും രാവിലെ രുദ്രഗ്രന്ഥി വിഭേദിനി. വയസ്സായിട്ട് ഓർക്കുന്നുണ്ടോ? വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അതാ ശരീരശാസ്ത്ര വർണ്ണനയാണ് കൃത്യമായി. അത് ഞാൻ ഒടുവിൽ യോജിപ്പിച്ചു തരാം എവിടെയാണ് യോജിക്കുക. അതുകൊണ്ട് വളരെ കൃത്യമായി ആ അവസ്ഥ 6 ആധാരങ്ങളും ഭേദിച്ച് അവിടെ നിന്ന് പരമശിവനോട് ചേർന്ന് മോദിക്കുക. ആ അവസ്ഥയാണ് പരമോത്കൃഷ്ടം. അത് കഴിഞ്ഞു വേണം ബ്രഹ്മചാരി ഗാർഹസ്ഥ്യം സ്വീകരിക്കാൻ. അവിടെ നിന്ന് നേരിട്ട് സന്യാസവും സ്വീകരിക്കാം, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിക്കാം, തുടർന്ന് സന്യാസം സ്വീകരിക്കാം. ക്രമമുക്തിയുടെയും നേരിട്ടുള്ള മുക്തിയുടെയും വിഹംഗമ മാർഗത്തിൻ്റെയും പിപീലികാമാർഗത്തിൻ്റെയും 2 സംഭാവനകൾ ഉണരുന്നത് പാരമ്പര്യ വഴിയിൽ ഇങ്ങനെയാണ്. ഇങ്ങനെ മാത്രമാണ്. അത് പതുക്കെ പറഞ്ഞത് നിങ്ങൾ കുറച്ച് കേട്ടാൽ മതി എന്ന് വിചാരിച്ചാണ്. ഇല്ലെങ്കിൽ ദുഃഖമുണ്ടാവാനിടയുണ്ട്. അല്ലാതാവുമ്പോൾ ലൗകിക വ്യവഹാരങ്ങളിലൊക്കെയാ താല്പര്യം. ആ താല്പര്യത്തിന് മാത്രമേ ഈശ്വര ഭജനം ചെയ്യുള്ളൂ. അത് സമറ്റിക്കാണ്, ഇന്ത്യൻ അല്ല. മനസ്സിലായോന്നറിയില്ല. ലൗകിക സാധനങ്ങൾ കിട്ടാൻ മനുഷ്യന്റെ അധ്വാനം വേണ്ട, ഈശ്വരന്റെ അനുഗ്രഹവും വേണ്ട, പൂർവവാസന മാത്രം മതി.
പൂർവജന്മത്തിൽ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് ഈ ജന്മം എടുത്തതെങ്കിൽ അതിനനുഗുണമായതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതിൽ നിന്ന് അല്പവും കൂടുതൽ വന്നു ചേരില്ല. അതിന് വെറുതെ ഈശ്വരനെ ഒന്നും വിളിച്ച് കൂവണ്ട. മനസ്സിലായില്ല? കൂവിയിട്ട് കാര്യവുമില്ല. നിങ്ങളുടെ പൂർവജന്മത്തിലെ കർമ്മങ്ങളെ എടുത്ത് അതിനനുഗുണമായ ഫലമല്ലാതെ ഒരെണ്ണം പുതുതായി അങ്ങോട്ട് തരില്ല. അതുകൊണ്ട് ഈ മുടക്ക് മുഴുവൻ നഷ്ടമാണ്. അതിനായിട്ട് ഈശ്വരനെ ഭജിക്കുന്നത് നഷ്ടക്കച്ചവടമാണ്. തുടരണോ ഞാൻ? തുടരണോ ഞാൻ? നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരെ വിപരീതമാണ് പറയുക. പൂർവകർമ്മങ്ങൾ എങ്ങനെ, അതാദ്യം എടുക്കും, അതിൻ്റെ കണക്കെടുക്കും. എന്നിട്ടാണ് മായയെ തൻ്റെ വരുതിയിൽ നിർത്തി വന്ന ഈശ്വരൻ. ഈശ്വരന് നമ്മളുമായിട്ടുള്ള ഭേദത. പ്രകൃതിയെ വരുതിക്ക് നിർത്തി സ്വന്തം മായ കൊണ്ട് ഉണ്ടായവൻ ഈശ്വരൻ. മായയ്ക്ക് അധീനനായി ഉണ്ടായവൻ മനുഷ്യനും ഇതര ജീവികളും. ഇത്രയുള്ളൂ വ്യത്യാസം. കണക്ക് അങ്ങോരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കണക്കിനനുസരിച്ചൊക്കെ കിട്ടും. അപ്പോൾ ഈ ശരീരശാസ്ത്രപ്രകാരം ഇത് വളരെ ഭംഗിയായി പറയും. തലവക ബ്രാഹ്മണത്തിൽ 3:123 വളരെ ഗംഭീരമായി പറയും. അഗ്നി സംബന്ധങ്ങളായ 108 കിരണങ്ങളെയും ലോകസ്യ ദ്വാരമർച്ചിത് പവിത്രം. അത് അഗ്നി സംബന്ധങ്ങളായ 108 കിരണങ്ങളെയും ജ്യോതിഷ്മത് ഭ്രാജമാനം മഹസ്വത്. സൂര്യസംബന്ധികളായ 136 കിരണങ്ങളെയും ആദിത്യ സംബന്ധങ്ങളായ സോമസംബന്ധികളായ 116 കിരണങ്ങളെയും ചേർത്താണ് ആ വർണ്ണന പോകുന്നത്. അവിടെ രസം, രക്തം, മാംസം, അസ്ഥി, 5 ശാക്തേയങ്ങളായ ധാതുക്കൾ, മജ്ജ, ശുക്രം, പ്രാണൻ, ജീവൻ എന്ന് 4 ശൈവങ്ങളായ ധാതുക്കൾ. നവധാതുമയമാണ് ശരീരം. മനസ്സിലാവുമോ എന്നറിയില്ല. അതിനെയാണ് ചക്രം എന്ന് പറയുന്നത്. 5 ശാക്തേയ ചക്രങ്ങളും 4 ശൈവചക്രങ്ങളും ചേർന്ന് 9 ചക്രങ്ങളോടുകൂടിയ ദേവീ മന്ദിരം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ശരീരം. അതിൽ പുരുഷനും സ്ത്രീയും ഒരുമിച്ചാണിരിക്കുന്നത്.